ക്രേസി സ്പെല്ലിംഗിൽ ഒരു എക്സ് കൂടുതലുണ്ട് കേട്ടോ. ആ എക്സിന് കഥയിലെ പ്രസക്തിയുമുണ്ട്. ഗിരീഷ് കോഹ്ലി സംവിധാനം ചെയ്ത് സോഹം ഷാ കേന്ദ്ര കഥാപാത്രമായി വന്ന ഈ ഹിന്ദി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. വളരെ അത്യാവശ്യമായിട്ട് ഒരു സെറ്റിൽമെന്റിന് പോകുന്ന ഡോക്ടർ അഭിമന്യുവിന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ക്രേസി എന്ന ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ ആകെ ഒരാൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കഥാപാത്രങ്ങളുടെയും വോയിസ് ഓവർ മാത്രമാണുള്ളത്. പക്ഷെ ഒരാളെ ഉള്ളൂ എന്ന് ഫീൽ ചെയ്യാത്ത വിധമുള്ള മേക്കിംഗ് ആണ് പടത്തിന്റെ പോസിറ്റീവ്. സംഭവം ഇതുപോലെ ഒരാൾ മാത്രം അഭിനയിച്ചുള്ള ത്രില്ലർ എന്ന കോൺസെപ്റ്റ് മലയാളത്തിൽ കൊണ്ടുവന്ന് വെറുപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഓർക്കുകയാണ്. പക്ഷെ ഇതിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഒക്കെ വോയിസ് മാത്രമാണെങ്കിൽ പോലും ശരിക്കും നമ്മൾ അവരെ കണ്ടതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതൊരു മൊറാലിറ്റി ത്രില്ലർ ആണെന്ന് പറയാം. പടം മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ഇതിലെ നായകൻ അഭിമന്യുവിന്റെ തനി സ്വഭാവം പുറത്താകുന്നത്. പുള്ളിയുടെ ഈഗോ, ബാക്കി ക്യാരക്ടറൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. ഒറ്റ ദിവസം നടക്കുന്ന ഒരു കഥയാണ്. ഒറ്റ ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അതാണ് ഈ പടം. ഒരു കാർ യാത്രയും അതിൽ വരുന്ന ഫോൺ കോളുകളും കൊണ്ട് കഥ എൻഗേജിംഗ് ആക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞതാണ് പടത്തിന്റെ ഹൈലൈറ്റ്. ഒരു എക്സ്ട്രാ ക്രോമസോം എന്നതാണ് പടത്തിന്റെ പേരിൽ എക്സ് ഒരു എക്സ്ട്രാ ഉള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പടം കണ്ടു തന്നെ മനസ്സിലാക്കുക. പടത്തിന്റെ മേക്കിംഗ്, ഈ ഒരു കോൺസെപ്റ്റ്, പെർഫോമൻസ് ഒക്കെ ഇതിന്റെ പോസിറ്റീവ്സ് ആണ്. ഒപ്പം വളരെ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പടം തീരുന്നത് എന്നതും പ്രത്യേകതയാണ്. ഒരു സോഷ്യൽ മെസ്സേജ് തരാനും സിനിമ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മൾട്ടി ടാസ്കിംഗ് സീനൊക്കെ പടത്തിലുണ്ട്. അത് കിടുവായിരുന്നു. നായകൻ അഭിമന്യുവായിട്ട് സോഹം ഷാ കിടുവായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ തുമ്പാടിന്റെ ഒക്കെ പ്രൊഡ്യൂസറും അതിൽ മെയിൻ നടനും ഒക്കെ ആയിട്ട് വന്ന താരമാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസറിൽ ഒരാളും പുള്ളി തന്നെയാണ്. വളരെ കുറച്ച് സിനിമകളെ സോഹം ഷാ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാം ഒന്നിനൊന്നും മികച്ചതാണെന്നുള്ളതാണ് പ്രത്യേകത. ഇതിലെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. ആ ക്യാരക്ടറിന്റെ എല്ലാ ഇമോഷൻസും ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വൈഫായിട്ട് നിമിഷ സജയന്റെ ശബ്ദമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ക്യാരക്ടറിന് നമുക്ക് കണ്ട പ്രതീതി തന്നെ തരുന്ന വിധത്തിലാണ് നിമിഷ ഡബ് ചെയ്തിരിക്കുന്നത്. ഗുരുദത്ത് പ്രസാദ് ആയിട്ട് വന്ന ടിനു ആനന്ദ്, അതുപോലെ നായകന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് വന്ന ശില്പ ശുക്ല, എല്ലാവരും ശബ്ദം കൊണ്ട് ഇങ്ങനെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ടെക്നിക്കലി മികച്ച സിനിമയാണ്. സുനിൽ ബോർക്കർ, കുൽദീപ് മമാനിയ എന്നിവരുടേതാണ് ക്യാമറ. സംയുക്ത ഖാസ, റിതം ലാത്ത് എന്നിവരുടേതാണ് എഡിറ്റിംഗ്. ജസ്പർ കൈതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് വിശാൽ ഭരദ്വാജ്, ലക്ഷ്മികാന്ത് പ്യാരലാൽ ഉൾപ്പെടെ 7-8 പേർ ചേർന്നിട്ടാണ്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇതിന്റെ എൻഡിങ് കുറച്ച് മെലോ ഡ്രാമ ആണ് എന്ന് പറയാം. അതെല്ലാവർക്കും സൂചിക്കുമോ എന്ന് എനിക്കറിയില്ല. കുറച്ച് ഓവറായോ എന്ന ഫീൽ എനിക്ക് തന്നെയുണ്ട്. അതുപോലെ തന്നെ ആകെ 1.5 മണിക്കൂർ മാത്രമുള്ള പടത്തിൽ ഒരു 10 പാട്ടുകളെങ്ങാണ്ടുണ്ട്. എല്ലാം ഇച്ചിരിയേ ഉള്ളൂ. എങ്കിലും ചിലപ്പോൾ അത് കുറച്ച് ഓവറല്ലേ എന്നൊരു ഫീലും വന്നായിരുന്നു. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ഡീസന്റ് ഗുഡ് വൺ ടൈം വാച്ച് ത്രില്ലർ ആണ് ക്രേസി. എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ അങ്ങനെ ഒറിജിനൽ സ്ക്രിപ്റ്റ് വല്ലപ്പോഴും ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇത് വലിയ സംസാര വിഷയമായിരുന്നു തിയേറ്ററിൽ റിലീസ് ആയപ്പോൾ. അതും ഒരു ഒറ്റ ക്യാരക്ടറിനെ വെച്ച് ഇങ്ങനെ എൻഗേജിങ്ങും ത്രില്ലിങ്ങുമായിട്ട് ഒരു 1.5 മണിക്കൂർ നൽകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എനിക്ക് വർത്ത് വാച്ച് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പടം ആമസോൺ പ്രൈം വീഡിയോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി മാത്രമേ ഇപ്പോൾ ഭാഷ നിലവിലുള്ളൂ. 1 മണിക്കൂർ 33 മിനിറ്റാണ് റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.